ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും കേരളത്തിൽ പാണക്കാട് കുടുംബം കേന്ദ്രീകരിച്ച് പ്രവർത്തന രംഗത്തുള്ള മുസ്ലിം ലീഗ് അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മുസ്ലിം സമൂഹത്തിൻ്റെ പേരിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്കിലും മലപ്പുറം ജില്ല മാത്രം കേന്ദ്രീകരിക്കുകയും മറ്റുള്ളവിടങ്ങളിൽ സമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. മാത്രമല്ല, കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും മതപരമായ വേർതിരിവുകൾ എന്നും നിലനിൽക്കണമെന്നും അതിലൂടെ തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുവാനും അവർ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സങ്കല്പത്താൽ പ്രവർത്തന രംഗത്തുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലനിൽപ്പിനായി എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം മുസ്ലിം ലീഗ് എതിർക്കുകയും അവരോട് ഏറ്റുമുട്ടുവാൻ ശ്രമിക്കാറുമുണ്ട്. ചില ഘട്ടങ്ങളിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത് മുസ്ലിം ലീഗുമായി SNDP കൈകോർത്തുകൊണ്ട് സംവരണ സമുദായ മുന്നണി രൂപീകരിച്ച് ഏറെ കാലം അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കായി SNDP ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും മുസ്ലിം ലീഗ് കൂടി പങ്കാളിയായ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ലീഗിന്റെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ ഒരു അൺഎയ്ഡഡ് കോളേജ് പോലും അനുവദിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല എന്ന ആ യാഥാർത്ഥ്യങ്ങൾ SNDPയുടെ ഒരു സമ്മേളനം ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ കൂടുമ്പോൾ അതിൽ പങ്കെടുത്ത SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞതാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗുകാർക്ക് ഇപ്പോൾ ഒരു ഹാലിളക്കമുണ്ടായത്. മലപ്പുറം ജില്ലയെ ഒരു പ്രത്യേക രാജ്യമായി കാണുവാൻ ചിലർ ആഗ്രഹിക്കുന്നുവെന്നും ഇവിടെയുള്ള പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയല്ലാതെ മറ്റൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നും അവർക്ക് ഒരു സ്വതന്ത്രമായ ഒരു ശുദ്ധവായു പോലും ശ്വസിക്കുവാനാകുന്നുണ്ടോ എന്നും ചോദിച്ച വെള്ളാപ്പള്ളി നാളിതുവരെയായി മലപ്പുറം ജില്ലയിൽ NSSന് ഒരു കോളേജ് മാത്രം അനുവദിച്ചു എന്നല്ലാതെ മറ്റാർക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും അനുവദിച്ച് കിട്ടിയില്ല എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയപ്പോഴും ഒരു മതവിഭാഗത്തെയും പേരെടുത്ത് വെള്ളാപ്പള്ളി അവിടെ പരാമർശിച്ചില്ല എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഇത് പറഞ്ഞത് തങ്ങളെയാണ്, തങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് പാണക്കാട് തങ്ങളിൻ്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗുകാർ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം ലീഗുകാർ അങ്ങനെ കത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇതോടുകൂടി SNDP യോഗവും BDJS എന്നവരുടെ പാർട്ടിയും ലീഗിന് മറുപടിയായി അതേ നാണയത്തിൽ തന്നെ മറുപടിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ രംഗത്തിറങ്ങിയത് പലയിടത്തും ലീഗിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് തുടരുകയും ചെയ്യുക. മുസ്ലിം ലീഗിനെ നേരിടുവാൻ കേരളത്തിൽ SNDPയും പോഷക സംഘടനകളും തയ്യാറാണ് എന്ന ഒരു സൂചന കൂടിയാണ് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ള സമരത്തിലൂടെ SNDP വ്യക്തമാക്കിയത്. ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ ചതിക്കും കട്ടായോ നിങ്ങളറിഞ്ഞോ നാട്ടാരോ പള്ളി BDJS കേരളത്തിൽ ശക്തിപ്പെടാതിരിക്കാൻ ഒരിക്കൽ BDJSനെ പിളർത്തുവാൻ വേണ്ടി അങ്ങനെ മുൻകൈയെടുത്തതും എന്നാൽ അതിൽ ഫലം കാണാതിരുന്നപ്പോൾ BDJSനെ UDFൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അടക്കി ഒതുക്കി നിർത്തുവാൻ ശ്രമിച്ചതും ഈ മുസ്ലിം ലീഗ് തന്നെയാണ്. എന്നാൽ BJPയുടെ പുതിയ പ്രസിഡന്റായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BDJS അടക്കമുള്ള കേരളത്തിലെ NDA അവിടെ ശക്തിപ്പെടുമെന്നൊരു സന്ദേഹമാണ് മലപ്പുറത്തെ ഇങ്ങനെ ബന്ധപ്പെടുത്തി ഒരു പുതിയ വിവാദത്തിന് ഇപ്പോൾ വഴിതെളിക്കുവാൻ അല്ലെങ്കിൽ തിരികൊളുത്തുവാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുള്ളത്. കൂടാതെ വഖഫ് ബോർഡ് നിയമത്തിലെ ആ മാറ്റത്തിൻ്റെ പേരിലും മുസ്ലിം വോട്ടുകളെ തങ്ങളുടെ കൂടെ നിർത്തുവാനുള്ള ആ കിണഞ്ഞ പരിശ്രമത്തിലുമാണ് ലീഗിൻ്റെ ഈ വില കുറഞ്ഞ പ്രതിഷേധങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്.